അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ലൈവിനകത്ത് ഇന്നലെ അനീഷിനോട് ആദിൽ ചെയ്ത ആ ഒരു തെണ്ടിത്തരത്തിനെ പറ്റിയിട്ട് അനുമോൾ ചോദിക്കുന്നുണ്ട്. നീ ഇന്നലെ എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തിനാണ് അനീഷിൻ്റെ മുഖത്തൊക്കെ അങ്ങനെ ക്രീം വാരി ഇട്ടത്? അതെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാർ ദേഹത്ത് ഇങ്ങനെ എന്തിനാണ് ഇട്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അഹങ്കാരം സത്യം പറഞ്ഞാൽ ഓവറാണ്. ഇപ്പം ഈ ആദിലെന്ന് പറഞ്ഞ അവര് ഇപ്പം അതിലെ പറയാണ്, നിനക്കെന്താണ് പ്രശ്നം? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ അവർ എന്നെ ഇട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല, ഞാനൊരു തമാശ കളിച്ചാണ്, ഞാനതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസ് ആണ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു മെമ്മറീസ് ആണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, ഉറങ്ങുന്ന ഒരാളെ മുഖത്ത് ഇങ്ങനെ കാണിച്ചിട്ടാണ് മെമ്മറി ഉണ്ടാക്കുന്നത് രാത്രി? അപ്പം അതിൽ പറയുന്ന അതൊക്കെ അങ്ങനെയാണ്, അത് നീ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്, നീ ഇതിൽ പിടിച്ചുകൊണ്ട് ഇച്ചിരി കൊണ്ടന്റ് ഉണ്ടാക്കാനെ കൊണ്ട് നീ നടക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ ഓൺ കണ്ടന്റ് റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്കിയുള്ള സംസാരം വളരെ ബോർ തന്നെ കേട്ടോ. യാതിലയുടെ ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇത് അനു പറയുന്നുണ്ട്, ഇത് ജിസേലും ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ കാണിച്ചത് വളരെ മോശമാണെന്ന്. അപ്പം ഞാൻ ജിസേലിനടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ യാതിലെ എന്തുവാണ് ഇത്? ഒരു മര്യാദ വേണ്ടേ? നട്ടപ്പാതിരി ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ മുഖത്ത് ക്രീം കൊണ്ട് തേച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവം ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞതാണ്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് കിടന്ന് ഉറങ്ങണം. അവിടെ ഒരുപാട് പേര് രാത്രി ഉറങ്ങാതെയും ചൊറിയും പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ അവർക്ക് ഉറക്കം വരുന്നില്ല, അത് പുറത്തു പോയിരിക്കുക. ലാലേട്ടൻ ഉറക്കത്തെ പറ്റി അത് പറഞ്ഞൊരു കാര്യമാണ്, ഉറക്കം വേണ്ടുന്നൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയം ലാലേട്ടൻ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ആദിലേക്ക് ഈ വീക്കൊക്കെ എടുത്ത് കളയാൻ നോക്കുക കേട്ടോ. ചുമ്മാ വോട്ട് കൊടുത്തുനിന്ന് അവിടെ നിലനിർത്തിയിട്ട് ഒരു കാര്യമില്ല. ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇന്നലെ തന്നെ കണ്ടില്ലേ നിവിൻ കിച്ചണിൽ ഒരു കത്തി എടുത്തുകൊണ്ട് വെച്ചു. സത്യം പറഞ്ഞൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നോക്കിക്കോണം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അവിടെ കോണ്ടസ്റ്റൻസ് ആണ്, കാര്യമാണ്, ശരിയാണ്, എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാൻ പോകണം. പക്ഷേ എല്ലാവരും മനസ്സിലും ഒരു മൃഗം കിടപ്പുണ്ടെന്ന് ഓർമ്മ വേണം. എന്ത് ധൈര്യത്തോടെയാണ് അത്രയും ക്യാമറ ഉള്ളവരെടുത്ത് നിന്നിട്ട് നിവിൻ ഇങ്ങനെ പറയുന്നത്, കത്തി ഇങ്ങനെ ഉരച്ചിട്ട് ഇത് ഒരാളെ നാവരിയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു എനിക്കതൊരു ഇതായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കാതിരിക്കില്ല. കാരണം ലാൽട്ടൻ വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളൊക്കെയാണ് ചോദിക്കേണ്ടത്. സത്യം പറഞ്ഞ് ഇവനെ പുറത്ത് കളയേണ്ട സമയം കളഞ്ഞു. ഇന്നലത്തെ ആ ഒരു ഒറ്റ കിച്ചണില് അനീഷിന്റെ അടുത്ത് പറയുന്ന ആ ഒരു കാര്യം വെച്ച് നീ നിന്റെ ഷാനവാസിനോട് പോയി പറ, ഇത് വെച്ചിട്ട് നാവരിയും, സവാള മാത്രമല്ല ഇത് നാവരിയാനും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, വളരെ മോശമാണത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ കുത്തുക, ഒരാളെ വെട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അയാളെ ഉള്ളിൽ എന്തുമാത്രം ക്രിമിനൽ ഒരു ഒരു മൈൻഡ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതിനോടൊന്നും. അപ്പം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനുമോളെ കണ്ടന്റും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നേയില്ല. ലൈവിനകത്ത് കാണുന്നുണ്ട്, പക്ഷെ എപ്പിസോഡിനകത്തൊന്നും ഇല്ല. അനുമോളൊക്കെ എനിക്കൊന്ന് ഡൗൺ ആയിട്ട് ഇരിക്കുന്നെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എങ്ങനെ ഡൗൺ ആവാതിരിക്കും? വീക്കിലി വന്നിട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും അനുമോളെ ഇടിച്ച് പരത്തി അവിടെ അടിച്ചു വെച്ചേക്കൊല്ലി ലാലേട്ടൻ. പിന്നെ എങ്ങനെ പുള്ളിക്കാരി കളിക്കും? എനിക്ക് പുള്ളിക്കാരി മാനസികമായിട്ട് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ലൈവിൽ അനുമോൾ തന്നെ പറയുന്നുണ്ട് 100 ദിവസം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആഗ്രഹമൊക്കെ പോയെന്നാണ് ഇന്നലെ അനുമോൾ ലൈവിനകത്ത് പറഞ്ഞത് ഞാൻ കണ്ടത്. സത്യമാണ്. അനുമോള് ഇപ്പൊ ലാലേട്ടൻ വരുന്നത് തന്നെ അനുമോളെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ അനുമോൾ ഒരു ഗെയിമൊക്കെ അവിടെ നശിച്ചടേ. പുള്ളിക്കാരി ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഇങ്ങനെ ഫയർ ചെയ്ത് പുള്ളിക്കാരി ആ ഒരു മാനസികാവസ്ഥയിലായിപ്പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഡൗൺ ആയിപ്പോയി കേട്ടോ. ഇപ്പൊ അനുമോള് അവിടെ ഒരു കോണ്ടന്റും കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അനുമോള് പേടിയായിട്ടിരിക്കും അനുമോൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ. ചുമ്മാ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ലാലേട്ടൻ ഫയർ ചെയ്തിട്ട് പിറ്റേന്ന് ഈ റെന ഫാത്തിമ പോകുന്ന എപ്പിസോഡിൽ അത്രയും പേടിച്ചാണ് അനുമോൾ എണ്ണിച്ചെന്ന് സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ അടുത്ത്. കാരണം എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഫയറല്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കാനാ? അപ്പൊ എന്തായാലും അനുമോൾ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഇപ്പം വരുമ്പോഴെല്ലാം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാലും മാനസികമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്തെങ്കിലും ചെറിയ ചെറിയ തമാശകളും അതുപോലെ ഇതൊക്കെ കാണിക്കുമെങ്കിൽ തന്നെ ഉള്ളിൽ നല്ലൊരു വ്യക്തിത്വം ഉള്ളതും അതുപോലെ നല്ല എല്ലാവരോടും നല്ല സ്നേഹവും നല്ല ഇതായിട്ടൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ പുള്ളിക്കാരിയെ ഡൗൺ ആക്കി കളഞ്ഞ് പുള്ളിക്കാരിയെ മാത്രം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എനിക്ക് തോന്നുന്നു ഈ അനുമോളും അതുപോലെ അനീഷും ഇവരൊക്കെ കയറി വരും എന്നുള്ളൊരു, അതുപോലെ ഷാനവാസൊക്കെ കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷ പലർക്കും ഇല്ലാതായി പോയതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ കയറി വന്നപ്പോഴത്തേക്ക് പലർക്കും അതിനോടൊരു താല്പര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അനുമോള എപ്പിസോഡിനകത്ത് വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, അനുമോള കണ്ടന്റും കാര്യങ്ങളും. പക്ഷേ ലൈവിനകത്ത് വരുന്നുണ്ട്, പക്ഷേ എപ്പിസോഡിനകത്ത് വരുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ എപ്പിസോഡ് കാണുന്ന ആൾക്കാരുണ്ട്, എപ്പിസോഡ് കണ്ടിട്ട് വിലയിരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ നെവിനെയൊക്കെ പിടിച്ച് കണക്ട് ചെയ്താൻ തോന്നുന്ന ദേഷ്യം നമുക്ക് വരും. പക്ഷേ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് ഈ നെവിനെയൊക്കെ അവിടെ മിനുക്കി കുട്ടപ്പനാക്കി വെച്ചേക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ ബിന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് 1-2 ദിവസം കൊണ്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്നിയെക്കാളും വിഷങ്ങൾ അവിടെ ഉണ്ട്. ഈ ബിന്നി ഞാൻ നോക്കിയിട്ട് ബിന്നിയെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിന്നി മാത്രമേ അവിടെ കുറ്റം പറയുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ, വേറെ ഒരു മനുഷ്യനും അവിടെ കുറ്റം പറയുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ബിന്നി ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇതാക്കി തീർക്കാൻ വേണ്ടി തന്നെയാണോ ഇത് ചെയ്യുന്നതെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല. എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ മനസ്സിലായി. ഇന്നലെ ബിന്നി കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടു ലൈവിനകത്ത്. അപ്പം എപ്പിസോഡിനകത്തും അത് ഉണ്ടായിരുന്നു. അപ്പം ബിന്നി മാത്രമല്ല അവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന പല ആൾക്കാരും ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല. ഇപ്പം ബിന്നിയൊക്കെ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ബിന്നിയെക്കാളും വിഷങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനത് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി, വീഡിയോയിൽ അത് വിട്ടുപോയി. അനീഷിൻ്റെ ഇന്നലത്തെ കഥ, ജിത്തു ജോസഫും അതുപോലെ ആസിഫിലേക്ക് വന്ന സമയത്ത് അനീഷ് പറഞ്ഞ കഥ വേറെ ലെവൽ, ഒരു രക്ഷയില്ലാത്തൊരു കഥയായിരുന്നു. കാരണം ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ലോ, സിനിമയ്ക്ക് പറ്റിയ ഒരു കഥ തന്നെയാണ്. ഇത്രയും മനോഹരമായിട്ട് പുള്ളി ഓൾറെഡി എഴുത്തുകാരനൊക്കെയാണ്, ഒരു പുസ്തകമൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് എങ്ങനെയാണെന്ന് അറിയാം ഇത് എഴുതേണ്ട രീതികളും എങ്ങനെ ഉൾക്കൊള്ളിച്ച് എഴുതണമെന്നൊക്കെ അറിയാം. എന്തായാലും വേറെ ലെവലായിരുന്നു. കാരണം ഇപ്പോൾ ഒരു കോമണറായിട്ട് കയറി വന്നിട്ട് ഇത്രയും ജനങ്ങളെ മനസ്സിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് കണ്ടിട്ടോ അവരെ സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടിട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെ കഥാപാത്രങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊന്നുമല്ല സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളെ സാധാരണപ്പെട്ട ആൾക്കാരിൽ നിന്ന് കയറിപ്പോയൊരു വ്യക്തിയാണ് ഈ അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം ആ ഒരു സാധാരണക്കാരനായിട്ട് അവിടെ നിന്ന് ആദ്യത്തെ ദിവസം വെറുപ്പിച്ച്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസം എനിക്ക് അനീഷിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു കാര്യം 10 വട്ടം പറയുന്ന എനിക്കും പുച്ഛമായിരുന്നു. എന്തുവാടെ ഇയാൾ 10 വട്ടം കടന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പം തന്നെ, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേൾക്കുമ്പം തന്നെ അതൊരു ഇറിറ്റേഷൻ തോന്നുവാണ്. ഈ പുള്ളിയെ എടുത്ത് കളയാനുള്ള സമയം കഴിയുമെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇന്ന് ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുകയാണ്, ആ പുള്ളിക്ക് വോട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളിയവരെ അണ്ണാക്കിൽ കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം അനീഷിന്റെ പെർഫോമൻസ് നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. വായിന്ന് ഒരു ചീത്ത വാക്ക് പോലും പുള്ളി ഇതുവരെ വന്നിട്ടില്ല. പുള്ളിക്ക് വേണമെങ്കിലും മാസ് കാണിക്കായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഈ പറഞ്ഞിട്ടുള്ള അതും പുള്ളി ഏകദേശം ഒരു കോമണർ ആയിട്ടുള്ള രീതിയിൽ, കാരണം എനിക്കും പുള്ളി അറിയത്തില്ലായിരുന്നു, ബിഗ് ബോസിൽ ചെന്നിട്ടാണ് അറിഞ്ഞത്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് അങ്ങനെ ഒരു ലെവലിൽ കൂട്ടാം. പുള്ളി ഡോക്ടറായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഡോക്ടറാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ പുള്ളിയെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതുപോലുള്ള മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങോട്ട് കയറി. എന്നിരുന്നാൽ തന്നെയും റോബിന്റെ വായിൽ നിന്ന് ചില സമയത്തൊക്കെ മോശവാക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കോമണറായിട്ട് പോയി അനീഷിന് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് മാസ് കാണിച്ച്, ഷോ ഓഫ് കാണിച്ച്, ചീത്ത വിളിച്ച് എല്ലാം ആക്കായിരുന്നു. പക്ഷേ ഒരു ചീത്ത വാക്ക് പോലും വിളിക്കാതെ മാന്യമായിട്ട് ഇടപെട്ട് ഇത്രയും പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ട് നേടിയെടുക്കണമെന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അത് അംഗീകരിച്ചേ പറ്റും. ഞങ്ങളിൽ നിന്ന് പോയ ഒരു കോമണറായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. പുള്ളിയെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കേട്ടോ. കാരണം സ്ത്രീകളോട് സംസാരിക്കുന്ന രീതി ഒരു മോശം, അവിടെ ഞാൻ അനീഷിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെടുത്ത് സംസാരിക്കുമ്പോൾ പുള്ളി നല്ല ഡീസൻ്റ് ആയിട്ട് ഓരോ വാക്കുകളും സൂക്ഷിച്ച് മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. ഒരു മോശവാക്കോ ഒരു തെറിവാക്കോ ഒന്നും പുള്ളി വിളിച്ചിട്ടില്ല. പിന്നെ ഗെയിമിന്റെ പ്ലാനായിട്ട് പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ 10 വട്ടം റിപ്പീറ്റ് ചെയ്ത് പക്ഷെ ഇപ്പൊ അത് ഓക്കെയാണ്, നമുക്ക് കേട്ട് അത് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഇന്നലത്തെ അനീഷിന്റെ കഥ, കാരണം അപ്പാന് ശരത്ത് ഒരു അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവനെയൊക്കെ ആര് മൈൻഡ്, ഇവനെയൊക്കെ ആരറിയും എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ ഒരു വ്യക്തിയാണ് ഇപ്പം പിന്തുണ നേടി ഇപ്പം വോട്ടിങ്ങിലായാലും അതുപോലെ എല്ലാ കാര്യത്തിലും, അതുപോലെ ടാസ്കിന്റെ ഈ അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും ഈ അനീഷിനെ പുച്ഛമായിരുന്നു. ആ പുച്ഛിച്ച ആൾക്കാർ ടാസ്ക് വരുമ്പോഴെല്ലാം ഈ അനീഷിനെ പിടിച്ചാണ് മുമ്പിലോട്ട് വയ്ക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി നല്ല കൊള്ളാം, പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുപോലെ അനിമോളും കൊള്ളാം. അനിമോൾ പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് വീക്കാകുന്നില്ലേ, പുള്ളിക്കാരെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ജനങ്ങൾ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇപ്പം പുള്ളിക്കാരിക്ക് എന്തോ ചെയ്യാൻ പറ്റും,
പുള്ളിക്കാരെ ഇപ്പൊ അനുമോളോട് ഇഷ്ടം കൊണ്ടിട്ട് എല്ലാ ആൾക്കാരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാം, ഇപ്പം ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം PR എവിടെ പോയി അനുമോൾക്കെതിരെ ഒരു കമന്റ് ഇട്ടാലും അതിന്റെ ഇടയിൽ PR എന്ന് പറഞ്ഞ് വന്ന് ആ കമന്റ് ഇടുന്ന ആൾക്കാരെ പോലും തളർത്തുവാണ് ഇപ്പം ഈ ഒരു കൂട്ടം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ PR മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ PRകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ആൾക്കാർ പോലും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ പോലും PR ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളെ ഫയർ ചെയ്തപ്പോഴത്തേക്ക് എത്ര പേരാണെന്നറിയോ ഈ ഏഷ്യനെറ്റിന്റെ ബിഗ് ബോസിന്റെ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടേക്കുന്ന പ്രൊമോട്ട് അടിയിലൊക്കെ. എന്തിന് എപ്പോഴും ഈ അനുമോളെ ഇങ്ങനെ വന്നിട്ട് വഴക്ക് പറയേണ്ട കാര്യം എന്താ? ലാലേട്ടനെയൊക്കെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുന്ന കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴും എല്ലാവരും പറയുന്ന PR എന്നാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാട്ടോ. പക്ഷെ ഇപ്പം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അനു എവിടെയൊക്കെ ഗെയിം കളിക്കാൻ മറന്നുപോയതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാർ ഭയങ്കര വീക്കായിട്ട് വരും കേട്ടോ മാനസികമായിട്ട്. പുള്ളിക്കാർ അത് ഇന്നലത്തെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ പോയി വരുവാണ്, കാരണം 100 ദിവസം നിൽക്കണമെന്നില്ല. സ്ഥിരമായിട്ട് അങ്ങനെ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കാണേലും അങ്ങനെ തോന്നും, ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, എന്നെ പുറത്ത് ആൾക്കാരെല്ലാം വെറുക്കുന്നതുകൊണ്ടാണ് എന്നെ ഫയർ ചെയ്യുന്നതെന്നൊരു ചിന്തയും വരും. പക്ഷെ അനാവശ്യമായിട്ടാണ് ഒരുപാട് ഇങ്ങനെ ഫയർ ചെയ്ത് സംസാരിക്കുന്നത്, അതിനോട് എനിക്കും താല്പര്യമില്ല. അപ്പം ലാലേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, എപ്പിസോഡൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ഇത്രയും ഇതായിട്ട് എന്തായാലും സംസാരിക്കത്തില്ല. ഇപ്പം ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ബിഗ് ബോസ് ഷോയുടെ ഹോസ്റ്റ് ആണെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജനങ്ങളെ പ്രതിനിധിയായിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്, ലാലേട്ടൻ നിൽക്കുന്നത്. പലവട്ടം ലാലേട്ടൻ പറയുന്നുണ്ട് പ്രേക്ഷകരെ പിന്തുണയാണ്, പ്രേക്ഷകരെ വോട്ടാണ്, പ്രേക്ഷകരെ മണ്ണാങ്കട്ടയാണ്, പ്രേക്ഷകരെ ചപ്പൻ ചവറാന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പം നമ്മൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഒരു പ്രേക്ഷകരെ ഒരു പ്രതിനിധിയായിട്ടാണ് ലാലേട്ടൻ അവിടെ നിർത്തുന്നത്. ലാലേട്ടൻ പ്രേക്ഷകർക്ക് സംസാരിക്കാനുള്ള ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ലാലേട്ടൻ അവിടെ ചോദിക്കേണ്ടത്. ലാലേട്ടൻ എപ്പിസോഡ് കാണുന്നുണ്ടെന്ന് പറയുന്നു, അതുപോലെ ലൈവ് കാണുന്നുണ്ടെന്ന് പറയുന്നു, ഒന്നും മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നുണ്ട്, ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പം ഈ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ ലാലേട്ടൻ എന്താ സംസാരിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം